രാജോട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടായിരുന്നു അത്. ബാക്കി പടം കണ്ടിട്ട് ആൾക്കാർ ഈ ഒരു മൊമെന്റിൽ രാജോട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ടീം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഷൂട്ടിലാണ്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ടീം. അവരെ വിളിച്ചിട്ട് എന്തായിരിക്കും ആദ്യം പറയാ? നമ്മൾ പൊളിച്ചിരുന്നില്ലേ? നിഖില അടിപൊളിയായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖിലേഷ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കൊള്ളാം. അതായത് ഒരു കോമഡി എൻ്റർടൈനറായിട്ട് നല്ല രസമായിട്ട് നമുക്കിരുന്ന് കാണാം. അത് ലാഗൊന്നും ഫീൽ ചെയ്തില്ല. ലാഗെന്ന് പറഞ്ഞാൽ സംഭവമില്ല. അത് ത്രൂ ഔട്ട് കോമഡിയാണ്. അതായത് ബേസിലായാലും പൃഥ്വിരാജായാലും പൃഥ്വിരാജിൻ്റെ സ്ഥിരം കാണുന്ന റോള് പോലെ ആണെങ്കിലും പക്ഷെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. അതേപോലെ തന്നെ ബേസിന് മറ്റേ മരുഭൂമി പുള്ളിയുടെ സംസാരം നമുക്കറിയാലോ. ഒരു കോമഡി നല്ല രസമാണ്. അതായത് ലാഗ് അടിക്കാണ്ട് നമുക്കിരുന്ന് കാണാം. ഡയറക്ഷൻ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. നല്ലത് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. നമ്മൾ മറ്റേ ജയഹോമല്ലേ പുള്ളി അത് പ്രതീക്ഷ അറിയാം. പുള്ളിയുടെ മേക്കോറൊക്കെ അറിയാം. അത് കണക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡയറക്ഷൻ. പിന്നെ ബേസിൽ ചേർത്ത് അടിപൊളി. എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജല്ലേ ബേസിലൊക്കെയാണ്. അത് ബേസിലെ ഒരു എനർജി പടം നമുക്ക് എന്തായാലും ബേസിലുണ്ടോ പടം ഹിറ്റാ 100% ഉറപ്പാണ്. നമുക്ക് ഒന്നും പ്രതീക്ഷിക്കണം. ചുമ്മാ വരുന്ന പടം നമുക്ക് കാണാൻ പറ്റും. ബേസിലെ പ്രതീക്ഷ ഞാൻ കൂടുതൽ വന്നത് ബേസിൽ നല്ലത് ചെയ്തിട്ടുണ്ട്. അഭിപ്രായം പറയാനുള്ള ഗംഭീരമാണ്. ഫുൾ കോമഡി സ്റ്റാർട്ടിങ് തുടങ്ങി അവസാനം വരെ ഫുൾ എൻജോയ്മെന്റ് ആണ്. കയ്യടി ചിരി മാത്രമേ ഉള്ളൂ. ആർക്കും എന്താ പറയാ, എപ്പോഴും ചിരി മാത്രമേ ഉള്ളൂ. കയ്യടി തന്നെ. വളരെ സന്തോഷമായി. പൊളിയല്ലേ? എന്തായാലും അത് എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ആ പരിപാടി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. രാജുവിനോടൊരു അത്യാവശ്യം നല്ല ക്യാരക്ടർ ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് ഇനി നമ്മുടെ അങ്ങോട്ടുള്ള നമ്മുടെ പോക്കെന്ന് പറയുന്നത്. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഫാമിലി, കുട്ടികൾക്കും ന്യൂജനും എല്ലാവർക്കും, അതായത് ഒരു കൊച്ചു കുട്ടികളോട്ട് വലിയ ആൾക്കാരോട് മുതിർന്ന എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു 100% കളർഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. ധൈര്യമായിട്ട് പോയി കാണാം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർക്ക് ഓർത്തിച്ചിരിക്കാൻ പറ്റിയ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുള്ള ചിത്രമായിരുന്നു. പൃഥ്വിരാജ് സുകുമാരനും നമ്മുടെ ബേസിൽ ജോസഫും നിഖിലയും അനശ്വരയും കൂടി ചേർന്നപ്പോൾ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന നല്ലൊരു കോമഡി ട്രാക്കിലുള്ള ചിത്രമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഇരുകൈ നീട്ടി സ്വീകരിക്കാനുള്ള എല്ലാ ഘടകങ്ങളുള്ള ഒരു ചിത്രമാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഗുരുവായൂർ അമ്പലനട എന്ന ചിത്രം ചർച്ച തന്നെ പെടും. കോടികളുടെ കണക്ക് പറയാൻ എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും കണ്ടിരിക്കാൻ പോകുന്ന 1-2 പ്രാവശ്യം കാണാനുള്ള ഒരു മൂവിയാണ് ഗുരുവായൂർ. എല്ലാവരെ കൊണ്ട് നന്നായിട്ട് ചിരിപ്പിക്കാൻ പറ്റി. അതേപോലെ എഡിറ്റിംഗ് പെർഫെക്റ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. ബേസിൽ പൃഥ്വിരാജ് കോംബോ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി പടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു എല്ലാവരും നന്നായിട്ട് പ്ലേസ് ചെയ്തു. പിന്നെ ത്രൂ ഔട്ട് ഭയങ്കര കോമഡിയാണ്. നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ബേസിൽ നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്യും. എല്ലാം വർക്കൗട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിൻ്റെയാണ്. ത്രൂ ഔട്ട് പൃഥ്വിരാജ് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. അമർ അക്ബർ അന്തോണിക്ക് ശേഷം ഒരു ത്രൂ ഔട്ട് പൃഥ്വിരാജിൻ്റെ ഒരു കോമഡി കഥാപാത്രം നമ്മൾ കണ്ടത്. ഉറപ്പായിട്ടാവും. കാരണം അത്രയ്ക്ക് നല്ല പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതിനൊരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ നമ്മൾ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അവസാനത്തൊരു ക്യാമിയോ ഈ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുള്ളി കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അതായത് നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. നമ്മൾ എത്ര ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് തിയേറ്ററിൽ കയറുകയാണെങ്കിൽ അവസാനം വെച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ഫുള്ളി ഹാപ്പി ആയിട്ട് വളരെ പുഞ്ചിരിച്ചോട് ഒരു ചിരിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുക. ആ ഒരു സിനിമ നമുക്ക് പ്രേക്ഷകർക്ക് തന്ന ഇതിൻ്റെ ടീമിനോടാണ് നന്ദി പറയുന്നത്. ഇവർ രണ്ടാൾക്കും കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയൊരു സിനിമ. രാജുവേട്ടനാണെങ്കിലും ബേസിൽ ചേട്ടനാണെങ്കിലും കറക്റ്റ് അവരെ ആക്ടിങ്ങിൻ്റെ എത്രത്തോളം ഈ കോമഡി ചെയ്യുമ്പോൾ അവരൊരു മറ്റേ ഇതുണ്ടോ അത് ഈ കറക്റ്റ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ലായിരുന്നു. ഒരു എന്താ പറയുക, മടുപ്പിക്കുന്നില്ല നമുക്ക്. അതാണ് പറഞ്ഞത്, നല്ലൊരു കോംബോ ആണ്. വീണ്ടും പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ ഒരു കോംബോ.
ലെവലിലാണോ സ്കോർ ചെയ്തത്? രണ്ടുപേരെ കട്ടൊക്കെ കണ്ടു. സ്കോർ അങ്ങാടും ഇങ്ങാടും ചാടിപ്പോയിട്ടില്ല. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. അടുത്തൊരു ഹിറ്റ് അത് ജനങ്ങളുടെ കയ്യിലേക്ക് കാര്യമല്ല, എൻ്റെ കയ്യിലല്ലോ. ഞാനിപ്പോൾ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെന്നിട്ട് ഹിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ എൻ്റെ പേരിലേക്കും. അത് വേണ്ട, ട്രോളാൻ ഞാൻ അവസരം കൊടുക്കില്ല. എന്തായാലും കൊള്ളാം, ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയാണ്. പിന്നെ എന്താ പറയുക, ഒരാൾക്ക് ഇഷ്ടപ്പെടണം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും വെറൈറ്റി ഉണ്ടാവും. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ചെറിയൊരു ഇത് കിട്ടിയാലും എനിക്ക് ഹാപ്പിയാണ്. ഇത് ഇത്രയും വലിയൊരു കോംബോ കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആവില്ല. സൂപ്പറാണ്. അടിപൊളി പടം, നല്ല പടം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് കോമഡി അടിപൊളിയായിരുന്നു. അമ്പതാണെങ്കിലെ കല്യാണം പൂരപ്പുറമാക്കിയിട്ട് കേട്ടത് ഒന്നും രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഒത്തിരി ചിരിക്കാറുണ്ട് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. സ്റ്റാർട്ടിങ് മുതൽ ആ ബേസിൽ പൃഥ്വിരാജ് കോംബോ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ പടം വേറെ ലെവലാവുക. ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ഉണ്ടായിരുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് പ്ലേസ് ചെയ്ത രീതി അടിപൊളിയായിരുന്നു. ആൻഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ വന്ന് എൻ്റർടൈനർ. സ്റ്റാർട്ടിങ് മുതൽ എന്തായാലും ചിരിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റിയ മൂവി. ബേസിൽ ആൻഡ് പൃഥ്വിരാജ് കോംബോ സൂപ്പറായിരുന്നു. വിപിൻ ദാസാണ് ഗുഡ് ജോബ്. പൊളി പടമാണ്, വീട്ടിൽ മിസ് ചെയ്യണ്ട. എന്തായാലും 2-3 വട്ടം കാണാനുള്ള പോവുകയാണ്. പൊളിച്ചു. നന്ദനത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കൂടുതലൊന്നും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ച് പോർഷൻ്റെ അമ്പലത്തിലെ ഷൂട്ടല്ലേ, ഇത് നമ്മൾ മൊത്തം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. അത്രയും വൈഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുമ്പേ ചെയ്ത് ഫാലിമി ചെയ്തിട്ടുണ്ട്, പിന്നെ പ്യാലി എന്ന് പറഞ്ഞൊരു പടം, കായ്പോള അതുപോലെയല്ല. ഇതാണ് എൻ്റെ കുറച്ചുകൂടി വലിയൊരു പടം. എങ്ങനെയാ എല്ലാവരും നല്ല എല്ലാ ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവരും ഞാനും അതിനകത്ത് ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പറയാം, അടിപൊളി, എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. അടിപൊളി കോമഡിയാണ്, നമുക്ക് ചിരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാജു എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നല്ല മനസ്സിനൊരു ആനന്ദം കിട്ടി ഈ സിനിമ കണ്ടിട്ട്. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ഈ പടം ഡയറക്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജും ബേസിൽ ജോസഫ് എന്ന കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബേസിൽ ജോസഫ് ഒരു ഡയറക്ടറാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ച് നല്ലൊരു നായക സ്ഥാനത്ത് തന്നെ അദ്ദേഹം നിൽക്കുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ച ചെറിയ കഥാപാത്രം തൊട്ട് വലിയ സൂപ്പർ സ്റ്റാർ വരെ നമ്മളെ ഒരു കുറവ് പോലും നമുക്ക് ഇതിൽ പറയാൻ പറ്റും. കാരണം അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് ഈ പടം എടുത്തിട്ടുണ്ട്. ഈ പടം എൻ്റെ ഒരു അഭിപ്രായം, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ആ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കാണിച്ചാൽ അവർക്ക് കുറച്ച് ആനന്ദം കിട്ടും. ഒരു ടൂറൊന്നും പോകണമെന്നാൽ ഈ പടം കൊണ്ടുവന്ന് എല്ലാവരും കൊണ്ടുവന്ന് കാണിക്കും പിള്ളേരെ മനസ്സ് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പടം ശരിക്കും ഏപ്രിലിൽ തന്നെ ഇറങ്ങേണ്ട പടമായിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ പടം സ്കൂൾ തുറക്കുന്നതിന് ഇറക്കി അതിൻ്റെ പ്രവർത്തകർക്കൊക്കെ അഭിനന്ദനം. ആദ്യം മുതൽ അവസാനം വരെ നല്ല എൻ്റർടൈനിങ് ആയിട്ട് പൃഥ്വിരാജിൻ്റെ കോമഡീസൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളും കണ്ടതല്ലേ, ഇറ്റ്സ് ലൈക്ക് അമേസിങ്. ലൈക്ക് പുള്ളിക്കാരനെ കൊണ്ട് ഇപ്പോൾ നമ്മൾ ആടുജീവിതം കണ്ട ആൾക്കാർ ഇപ്പോൾ ഗുരുവായൂരമ്പലം തന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു വേഴ്സറ്റൈലിറ്റി നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് കോമ്പിനേഷൻ സീൻ അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പുള്ളിയുടെ ഷൂട്ട് ചെയ്ത സമയത്ത് കുറച്ച് സമയത്ത് കൂടെ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം തന്നെ നമ്മൾ ഈ ടി വിയിൽ കണ്ട ആൾക്കാരാണല്ലോ നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ അതിൻ്റെ ഒരു ട്രിപ്പിലാണ് ഞാനിപ്പോഴും. ഭയങ്കര പരിപാടിയാണ്. കാരണം ഷൂട്ട് ചെയ്ത സാധനം തിയേറ്ററിൽ കാണാൻ ഭയങ്കര രസമാണ്. മലയാള സിനിമയിൽ പൊതുവെ പഴയ മലയാള സിനിമയിൽ കോമഡികളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നല്ല നടന്മാർ ആ സമയത്തുണ്ടായിരുന്നു. ഈ സമയത്തേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു ക്രിഞ്ച് അടിക്കുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് വിവിചായിട്ട് ഇത് മേക്ക് ചെയ്തേക്കുന്ന വേറൊരു പരിപാടിയാണ്. കുറച്ച് പഴയ പരിപാടി പുതിയതാക്കി എടുത്തേക്കാണ്. അത് വർക്കാവും വേണ്ടിയിട്ടായി. പക്ഷെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ജോമോൻ്റെ പരിപാടിയാണെങ്കിലും ആണെങ്കിലും ഭയങ്കര എല്ലാവരും എൻജോയ് ചെയ്യണേ കണ്ട്. ജോമോൻ്റെ പരിപാടിക്ക് കംപ്ലീറ്റ് ദീപു ചേട്ടനും ബിബിൻ ചേട്ടനാണ് സ്ക്രിപ്റ്റ്. നമുക്കൊന്നും അതിൽ റോളില്ല, അത് പറയാൻ ബിബിൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ മ്യൂസിക് വെച്ച് കളിക്കുന്ന ആളാണ്. ബിബിൻ ചേട്ടനാണ് കംപ്ലീറ്റ് ഇത് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ദീപു ചേട്ടൻ്റെ ഡയലോഗ്സും ബിബിൻ ചേട്ടൻ്റെ എഡിറ്റിംഗ് ഐഡിയാസൊക്കെയാണ് പടം മൊത്തത്തിൽ കളറായിട്ടില്ലേ. അവസാനത്തെ ക്യാമറ അത് എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. അതാണ് അതൊക്കെ നമുക്ക് ഭയങ്കര അതൊക്കെ കാണാനായിരുന്നു ഭയങ്കര ത്രില്ല. അതെങ്ങനെ വരും എന്നുള്ളത്. പക്ഷെ ഭയങ്കര കൈയ്യടിയായിരുന്നു. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പരിപാടി എന്താ പറയുന്നത്, ഞങ്ങൾക്ക് വർക്കാണ്. റിവ്യൂവിന് കണ്ടപ്പോൾ ഞങ്ങളൊരു 10 പേര് റിവ്യൂ കണ്ടു. ഇന്ന് ഹൗസ്ഫുൾ ഷോയ്ക്കകത്തിരുന്ന് കണ്ടപ്പം
നമ്മുടെ കോമഡിയൊക്കെ ആൾക്കാർ ചിരിക്കുന്നു, നമ്മുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ കൈയടിക്കുന്നു, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ? നമുക്കെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആകണമെന്നുള്ള ആഗ്രഹം. അതിന് ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത്, അത് ആക്കണോ വേണ്ട എന്നുള്ളത്. അത് അവരാക്കുക എന്നുള്ള പ്രതീക്ഷയാണ്. ഈ പ്രേക്ഷകരുടെ അടുത്ത് ഈ അമ്പലനടയിൽ ഗുരുവായൂർ അമ്പലത്തിൽ കാണാൻ വരുന്ന പ്രേക്ഷകരുടെ അടുത്ത് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. എത്തരത്തിലുള്ള സിനിമയായിരിക്കും സത്യത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ? ഇതൊരു സെലിബ്രേഷൻ മോഡ് പടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ഉണ്ട്, എന്താ അടിപൊളി പാട്ട്, ഫൈറ്റ്, പിന്നെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു പാക്കേജ് പരിപാടിയാണ്. ഇങ്ങനെ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പരിപാടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു എല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഓരോരുത്തരെയാണ്. അവരെന്ത് പ്രതീക്ഷിക്കേണ്ടതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അത് അവർ പ്രതീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അടിപൊളിയാണ്. കാരണം ഞാൻ രണ്ടാമത്തെ പടം റിലീസായത് ഇതാണ്, രോമാഞ്ചത്തിന് ശേഷം. അതിപ്പോൾ രാജേട്ടനോടെയും ബേസിലേട്ടൻ്റെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അതൊക്കെ ഭയങ്കര ഏകദേശം എനിക്കൊരു 10-40 ദിവസത്തോളം അവരുടെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു, ഷൂട്ടിൻ്റെ ടൈമിലാണെങ്കിൽ. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ്. വിപിൻ ചേട്ടൻ പറഞ്ഞിരുന്നു ഇത് പഴയ ഒരു CID മൂസ, അതേപോലെ കല്യാണരാമൻ. അല്ല, വിപിൻ ചേട്ടൻ പറഞ്ഞ പഴയൊരു CID മൂസ എന്നല്ല. അല്ല, അത്തരത്തില് ഒരു ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അല്ല, അത്തരത്തില് ഒരു എന്താ പറയാ ഒരു ലോജിക്കും പ്രതീക്ഷിച്ച് ഇതൊരു ലോജിക്കലി പരിപാടികൾ, ഭയങ്കര ലോജിക്ക് അങ്ങനൊന്നും ചിന്തിച്ച് വരണ്ട. ഒരു 2-16 വന്നിട്ട് ചില്ലാകും, അത്രേ ഉള്ളൂ. ഒരു കല്യാണ വീട്ടിൽ വരുന്ന ഒരു പ്രതീതിയാണ്. നമ്മളെല്ലാവരും ഒരു കല്യാണ വീട്ടിൽ വരുന്നു, കല്യാണം കൂടുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം. പടം പറയുവാണെങ്കിൽ നല്ലൊരു ഫൺ പാർട്ട് കോമ്പിനേഷനാണ്. നമുക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഒരു ലാഗും ഇല്ല, ഒരു ബോറും ഇല്ല, ഒന്നുമില്ല. ചിരിക്കാൻ ഒത്തിരി കുറേ ഉണ്ട്. പിന്നെ എന്താ പൃഥ്വിരാജ് ബേസിൽ കോമഡി നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബേസിൽ ഹോസ്പിറ്റൽ കോമഡി നല്ല സൂപ്പറായിട്ട് പൃഥ്വിരാജ് കോമഡി അത്ര വർക്കൗട്ട് ആയില്ല. ക്ലൈമാക്സ് ഒക്കെ ഓക്കെ. പിന്നെ ക്ലൈമാക്സിന് നന്ദനത്തിൻ്റെ മൂവ്സ് കുറച്ച് സീക്വൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ലൊരു സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഒരു ഫൺ ടൈം മോഡാണ്. ഫൺ ടൈം വാച്ച് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഫൺ ടൈം വാച്ച് പോകുന്നത്. കണ്ടു തുടങ്ങിയപ്പോൾ കോമഡി ജോണ്ടറാണ്. കണ്ടു തുടങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിലവാരം കുറയണമെന്ന് തോന്നി. പിന്നെ സ്റ്റോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും റിയലിസ്റ്റിക് അല്ല. ഇങ്ങനെയൊന്ന ഒരു കല്യാണക്കാരെ ഇങ്ങനെയൊന്നല്ല കാണിക്കേണ്ടത്. പിന്നെ പ്രത്യേക ഒരു ലോജിക്കോ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. ബേസിൽ സ്ഥിരം എല്ലാ പടത്തിലും ചെയ്യുന്ന പോലെ കോമഡി ചെയ്യുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. അഭിനയം നല്ലതാണ്, പക്ഷേ സ്ക്രിപ്റ്റിന് എൻ്റെ കുഴപ്പമുണ്ട്. ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്ത് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. തലച്ചോറ് ഉപയോഗിക്കാതെ കാണുകയാണെങ്കിൽ. നിങ്ങൾ ബ്രെയിൻ ഉപയോഗിച്ച് ലോജിക്കലായിട്ട് മറ്റേ നോക്കിയാൽ പടം ഇഷ്ടപ്പെടില്ല. നിങ്ങൾ എങ്ങനെ കാണുന്നു അതുപോലെ ഇരിക്കും. ലോജിക്കലായിട്ട് മറ്റേ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. വെറുതെ ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്ത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും. ഭൂരിഭാഗം ഓഡിയൻസും ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്താൽ കാണുന്നത്, അതുകൊണ്ട് പടം ഹിറ്റാവുകയായിരിക്കും. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. ഇത് എല്ലാവരും അഭിപ്രായം ഇതാവണമില്ല.